ഞാൻ പറയുന്നത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം അനിവാര്യമാണ്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ എതിർക്കുന്നത് ഈ പറയുന്ന ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ നഗ്ന പ്രദർശനം അല്ലെ അർത്ഥ ഇതായിരിക്കണം ഒരു സ്ത്രീ. ഇതാണ് ചേട്ടന്റെ കുഴപ്പമെന്തറിയോ? ചേട്ടൻ ആകെ ഫാഷൻ ടി വി എങ്ങാണ്ടും കണ്ടിട്ട് സൗന്ദര്യം എന്താണെന്നറിയില്ല. പുള്ളി പറഞ്ഞു തുടങ്ങിയേക്കുന്ന എന്തറിയോ? പുള്ളി ഏതോ FTV-യിൽ രാത്രി 11 മണിക്കോ കണ്ട് ഇരുന്നിട്ട് ഈ പരിപാടി ഫാഷൻ ഷോ മുഴുവനും അല്ല പേജന്റ് മുഴുവനും പറയരുത്. നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് സൗന്ദര്യ മത്സരം എന്ന് പറഞ്ഞ നഗ്നത പ്രദർശനം എന്നാണെന്ന്. അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ് വീട്ടിലിരുന്ന് 3 കുട്ടികളുടെ അമ്മ മാത്രമല്ല, ഇവര് അതിനുവേണ്ടി ട്രാൻസ്ഫോം ചെയ്ത ഒരു ലേഡിയാണ്. എനിക്ക് തോന്നുന്നു 10-80 കിലോ എങ്കിലും 100 കിലോ ഉണ്ടായിരുന്ന ആള് 60ലേക്ക് 60ലേക്ക് ഇതിലേക്ക് വരാൻ വേണ്ടി അല്ലല്ല നിങ്ങൾ മനസ്സിലാക്കണം. അല്ലല്ല, എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തരൂ, ഞാൻ പറയാം. അത് ബാഹ്യമായ ഒരു കാര്യം പറയട്ടെ. സൗന്ദര്യ മത്സരം എന്ന് താങ്കൾ ആദ്യം ധരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ഒന്ന് മാറ്റിവെക്കുക. ബാഹ്യമായ ഒരു സൗന്ദര്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമാണ്. അത് താങ്കളുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമായ ഒന്നല്ല, അത് ഒരു വ്യക്തിത്വത്തിന്റെ പേഴ്സണാലിറ്റിയുടെ ഭംഗിയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ ബാഹ്യമായ ഇതിലേക്ക് ഏറ്റെടുക്കുന്നു? അതായത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഓരോരുത്തരും അവരുടെ സബ്ജക്റ്റീവായ വ്യക്തിനിഷ്ഠമായ അഭിപ്രായം പറഞ്ഞു. നമ്മളൊരു വിഷയത്തിൽ അതിന്റെ ശരി എന്താണെന്ന് നോക്കാൻ വസ്തുനിഷ്ഠമായ ഗവേഷണ പഠനങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായി അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏതെങ്കിലും പാശ്ചാത്യനാണോ അല്ലെങ്കിൽ ഏത് സംസ്കാരമാണ്, അതൊന്നും നമ്മൾ ഏത് സംസ്കാരത്തിലാണെങ്കിലും ശരിയുള്ളത് നമുക്ക് എടുക്കാം, തെറ്റായത് നമുക്ക് ഒഴിവാക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ നമുക്കത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ സമൂഹത്തിന് അതിലെന്തെങ്കിലും ഹാം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഈ ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും ഈ സൗന്ദര്യ മത്സരങ്ങൾ അതേപോലെ തന്നെ പരസ്യങ്ങളിലാകട്ടെ അവിടെ പലപ്പോഴും ഒറ്റ കാര്യം അതൊന്ന് പൂർത്തിയാകട്ടെ ഞാൻ പറഞ്ഞു എന്റെ പോയിന്റ് എത്തിയില്ല. ഇവിടെ ഈ സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ പലപ്പോഴും സ്ത്രീയുടെ ശരീരം അത് പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, മറിച്ച് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ അക്കാദമികമായി പഠിച്ചിട്ടുള്ള റാഡിക്കൽ ഫെമിനിസ്റ്റുകളായ ആളുകൾ, ഇപ്പൊ ഷൈല ജഫ്രീസിനെ പോലെയുള്ള അതേപോലെ തന്നെ ഒരുപാട് ഫെമിനിസ്റ്റ് ചിന്തകരായ ആളുകൾ, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വസ്തുനിഷ്ഠമായ വിമർശനമുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ സ്ത്രീയുടെ ശരീരം കമ്മോഡിഫൈ ചെയ്യുന്നു, ഒബ്ജക്ടിഫൈ ചെയ്യുന്നു. എന്ന് വെച്ചാൽ സ്ത്രീയുടെ ശരീരം വസ്തുവായി മാറുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഒരു നഗ്നതയുള്ള ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ പുരുഷന്റെ ബ്രെയിനിൽ ഏതു ഭാഗമാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ശാസ്ത്രീയമായി FMRI സ്കാനിങ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ ആ പഠനങ്ങൾ ഒന്ന് പൂർത്തിയാക്കട്ടെ. അവിടെ സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ പുരുഷന്റെ തലച്ചോറിൽ പ്രത്യേകിച്ചും പോസ്റ്റ് സെൻട്രൽ ഗൈഡസ് പോലെയുള്ള ഒബ്ജക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന സെന്ററുകളാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ സ്ത്രീയെ, നഗ്നത കാണുന്ന സ്ത്രീയെ സമൂഹം അല്ലെങ്കിൽ പുരുഷന്മാർ പ്രത്യേകിച്ച് കാണുന്നത് ഒരു വസ്തുവായി മാത്രമാണ്.